നാളെ 2:30 മണിക്ക് കോർപ്പറേഷൻ്റെ ജനറൽ കൗൺസിൽ യോഗം ചേരുകയാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും യോഗം പൂർത്തിയാക്കി അജണ്ടയൊക്കെ നേരത്തെ തന്നെ കൗൺസിലർമാർക്ക് എത്തിച്ചു കൊടുത്ത് നാളെ ജനറൽ കൗൺസിൽ യോഗം ചേരുകയാണ്. പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യേണ്ട ദിവസമാണ്. പൂർണ്ണമായിട്ടും നല്ല രീതിയിലുള്ള ഒരു സഹകരണമൊക്കെയാണ് എല്ലാവരിൽ നിന്നും ഭരണസമിതി പ്രതീക്ഷിക്കുന്നത്. ഞാനത് ഈ കൗൺസിൽ യോഗത്തിന് മുമ്പ് എടുത്തു പറയാൻ കാരണം, ചില വാർത്തകൾ കഴിഞ്ഞ 2-3 ദിവസമായി വ്യത്യസ്ത തരത്തിൽ അവിശ്വാസ പ്രമേയം എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ, എന്തായാലും 3-4 ദിവസം കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്തകൾ നിറയുകയായിരുന്നു. അപ്പോൾ നാളെ കൗൺസിൽ യോഗമായതുകൊണ്ടാണ് ഇന്ന് ഇക്കാര്യം പറയുന്നത്. BJPക്ക് 101-ൽ 50 സീറ്റാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഭരണത്തിൽ എത്തുന്ന സമയത്ത് തന്നെ 6 മാസത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതായത് 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭരണസമിതി അധികാരത്തിലേറിയത്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ എങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിയമപരമായി അനുവദിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും വളരെ പോസിറ്റീവായിട്ട് ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഏതൊക്കെ ഒരു ചർച്ചയ്ക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണ്. ഈ ഭരണസമിതി അധികാരത്തിലെത്താൻ ഇടയായ തെരഞ്ഞെടുപ്പ് സമയത്ത് 4 കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളോട് 1 വർഷത്തിനകം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ പലതവണ കേട്ട കാര്യങ്ങളാണ്. ഈ സാഹചര്യമായതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കാം. ഒരുപാട് പ്രസംഗങ്ങൾ പറഞ്ഞതാണ്, എങ്കിലും സാഹചര്യം ഇതായതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. AC 2 ഇല്ല പ്രശാന്ത്, രണ്ടാമത്തെ AC ഇല്ലേ? 1, തെരുവ് നായ്ക്കളെ 1 വർഷത്തിനകം തെരുവ് നായ് ശല്യം അവസാനിപ്പിക്കും, തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. 2, നഗരത്തിലെ കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു. 3, വേസ്റ്റ് മാനേജ്മെൻറ്റ് 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ 4 കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിരുന്നത്. അതിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യത്തെ മാസം 30 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ തെരുവ് നായ്ക്കളെ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഷെൽട്ടർ ചെയ്തിരുന്നു. 1 മാസത്തിനകം തന്നെ. അത് നിങ്ങളുടെ ഒക്കെ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചറിയിച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തത്. ഒരു 2-3 മാസം അവയെ നിരീക്ഷിച്ചതിന് ശേഷം, അതായത് ആദ്യമായിട്ട് ഇങ്ങനെ ഷെൽട്ടർ ചെയ്യുമ്പോഴേക്കും ജീവനുള്ള ജീവികളാണല്ലോ അവയ്ക്ക് ജീവനുള്ളതാണല്ലോ. അപ്പോൾ അവയെ ഒന്ന് നിരീക്ഷിച്ച് ആദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണസമിതി ഷെൽട്ടർ ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അത് പെർമനൻ്റായിട്ട് ആരംഭിച്ചു. അതും മാധ്യമപ്രവർത്തകരെ വിളിച്ച് പറയുകയും നിങ്ങളൊക്കെ അറിയിച്ചിട്ട് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് ചെയ്തു തുടങ്ങിയത്. ഇന്നലെ എന്നെ കാണാൻ വന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആരാവശ്യപ്പെട്ടാലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം തന്നെ ഡോഗ് സ്ക്വാഡിനെ അയച്ച് അവയെ പിടിക്കുവാനും വാക്സിനേറ്റ് ചെയ്ത് ഷെൽട്ടറിൽ പെർമനൻ്റായിട്ട് ഷെൽട്ടറിൽ അടയ്ക്കുവാനും ഭരണസമിതി തയ്യാറാണ്. സാധാരണ ABC ചെയ്ത് തുറന്ന് അതേ സ്ഥലത്ത് വിടുകയാണ് ചെയ്തത്. 5 ദിവസം വിശ്രമം കഴിഞ്ഞിട്ട് എല്ലാവരും വിടുകയാണ് ചെയ്തത്. ഞങ്ങൾ പെർമനൻ്റ് ഷെൽട്ടറിൽ അടയ്ക്കാൻ തയ്യാറാണ്. അത്രത്തോളം വെൽ എക്യുപ്ഡ് ആയി കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരവും പറഞ്ഞു ഇന്ന് ഞാൻ അത് ആവർത്തിക്കുകയാണ് നിങ്ങളോടൊക്കെ ഉൾപ്പെടെ. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലൊരു 15 മുതൽ 20 നായ്ക്കളെയാണ് ABC ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഇപ്പോഴുള്ളത്, കോർപ്പറേഷൻ്റെ കൈവശമുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്ത ജില്ലാ പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു പോർട്ടബിൾ ABC യൂണിറ്റ് ഉണ്ട്. ഞങ്ങൾ 5 മാസമായി ആ ABC യൂണിറ്റ് ചോദിക്കുകയാണ്. 2-3 മാസം ABC യൂണിറ്റ് പ്രവർത്തിക്കാതിരുന്നിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ അത് തന്നില്ല. അത് നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് എൻ്റെ കാരണം ചോദിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് മണ്ണന്തല ഞങ്ങൾ അതിനുവേണ്ടി ഒരു ഗ്രൗണ്ടെല്ലാം സെറ്റാക്കിയിട്ട് 45 ദിവസം തിരുവനന്തപുരം കോർപ്പറേഷന് തരാം, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന പ്രവർത്തനം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് തരാമെന്ന് ഔദ്യോഗികമായി പറയുകയും അതനുസരിച്ച് ഞങ്ങൾ മണ്ണന്തലയിൽ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടും ഞങ്ങൾക്ക് ആ ABC യൂണിറ്റ് തന്നില്ല. ഞാനതിപ്പോഴാണ് നിങ്ങളോട് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കൊടുത്ത ABC യൂണിറ്റാണ്, കൈകാര്യം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്താണ്. 3 മാസം അത് 1 മാസം എന്തോ മെയിൻ്റനൻസ് ആയിരുന്നു, ബാക്കി സമയം പ്രവർത്തിക്കാതെ കിടന്നിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നില്ല. ഇപ്പോൾ വേറെ ഏതൊരു പഞ്ചായത്തിൽ കൊടുത്തിരിക്കുകയാണ്, അതിപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ നിലവിലുള്ള സംവിധാനം വെച്ച് ഞങ്ങൾക്ക് ഒരു 15 മുതൽ 20 വരെ നായ്ക്കളെയാണ് ഒരു ദിവസം ABC ചെയ്യാൻ സാധിക്കുന്നത്. അവയെ 5 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങളുടെ പെർമനൻറ്റ് ഷെൽട്ടറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കൗൺസിലർമാരുൾപ്പെടെ ആര് അറിയിച്ചാലും
ഓരോ സ്ഥലത്തിൻ്റെയും പ്രാധാന്യവും നായ്ക്കൾ എത്രത്തോളം അക്രമകാരികളാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ പിടിച്ചു മാറ്റാൻ തയ്യാറാണ്. ഇതാണ് ഞങ്ങൾ 1 വർഷത്തിനകം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം 6 മാസം പൂർത്തിയാകുമ്പോൾ ആ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. മറ്റു 3 കാര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വെള്ളക്കെട്ട്, കുടിവെള്ള പ്രശ്നം, ഈ 3 കാര്യങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടി ഇടപെടലും സഹകരണവും ആവശ്യമാണ്. ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലാകട്ടെ, ചില അനുമതികളുടെ കാര്യത്തിലായിക്കോട്ടെ, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോർഡിനേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഈ 2 സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യമാണ്. അക്കാര്യങ്ങളിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ പരിമിതി, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 2ാമത്തെ മാസം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു. അതിനുശേഷം 1.5-2 മാസത്തോളം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മുൻ സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ അവസാന നാളുകളിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഫൈനൽ തീരുമാനം എടുക്കാൻ ചില പരിമിതികളുണ്ടായിരുന്നു. എങ്കിലും ആ സർക്കാർ പരമാവധി അവസാനം വരെ കോർപ്പറേഷനുമായി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് 3ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സാധിച്ചത്. ചോദിച്ച സമയത്ത് തന്നെ അദ്ദേഹം അപ്പോയിൻമെൻറ്റ് തന്നു സാധിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അദ്ദേഹം ആവശ്യത്തിന് സമയം അനുവദിച്ചു. കുടിവെള്ള പ്രശ്നം, വെള്ളക്കെട്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇക്കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് വേണ്ടതെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ തയ്യാറാണ് എന്ന് പറഞ്ഞു. 2ാമത് അദ്ദേഹത്തെ കണ്ടപ്പോഴേക്ക് ഇക്കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചു. അപ്പോൾ അദ്ദേഹം ബഡ്ജറ്റ് കഴിഞ്ഞാൽ സാധ്യമായ കോർപ്പറേഷന് സൗകര്യപ്രദമായ അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഏത് ദിവസവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഗൗരവമായിട്ട് കേട്ടു. അപ്പോൾ ആ ഇടപെടൽ ആരംഭിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട 3 മന്ത്രിമാർ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ കെ മുരളീധരൻ, ശ്രീ CP ജോൺ, ഈ 3 മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റിൽ വെച്ച് നടത്തിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെയും മരാമത്തിലെയും ജീവനക്കാർ ഉൾപ്പെടെ ഒരു വളരെ വലിയൊരു മീറ്റിംഗ് നടന്നു. നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തതാണ്. ആ മീറ്റിങ്ങിൽ വെച്ച് തിരുവനന്തപുരം സിറ്റിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും വെള്ളക്കെട്ടിനെക്കുറിച്ചും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 മന്ത്രിമാരും മേയറും ചേരുന്ന ഒരു ടീം കൃത്യമായ ഇടവേളയിൽ ഇരിക്കുകയും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അതിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺക്ലേവ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കൗൺസിലർമാർ മുതൽ സംസ്ഥാന സർക്കാർ വരെ ഏതൊരു പാറ്റേണിൽ യാത്ര ചെയ്യണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിലയിരുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻറ്റേറ്റീവായിട്ടുള്ള ഡേറ്റ് മുഖ്യമന്ത്രി തന്നിട്ടുണ്ട്. തിങ്കളാഴ്ചത്തെ കൗൺസിൽ കഴിഞ്ഞാൽ അക്കാര്യങ്ങൾ ഫൈനൽ തീരുമാനം വരും. അപ്പോൾ കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ട്, ഞാൻ ഇത്രയും പറയാൻ കാരണം വെള്ളക്കെട്ട് പരിഹരിക്കണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ വളരെ വലിയൊരു ഇടപെടൽ വേണം. അരുവിക്കരയിൽ നിന്നാണ് നമ്മൾ വെള്ളം കൊണ്ടുവരുന്നത്. അരുവിക്കര വിദഗ്ധ അഭിപ്രായങ്ങൾ വരുന്നത് അരുവിക്കരയിൽ ആവശ്യത്തിന് വെള്ളം ഇപ്പോൾ ലഭിക്കുന്നില്ല. 1994 പ്ലാൻ നടപ്പിലാക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ജനസംഖ്യ തിരുവനന്തപുരത്ത് കൂടിയിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ വെള്ളപ്രശ്നമുള്ളത് ജൂൺ മാസത്തിൽ ആവശ്യമായ മഴ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജലവിഭവ വകുപ്പിൻ്റെ വലിയൊരു ഇടപെടൽ വേണം. അതിന് കോർപ്പറേഷൻ, സിറ്റി എന്നുള്ള അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഇടപെടൽ വേണം. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ സഹായവും ജലസേന മന്ത്രി സഹായവും നമുക്ക് ആവശ്യമായി വരുന്നത്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള ഇൻലാൻഡ് നാവിഗേഷൻ ഉൾപ്പെടെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കൂടി ഇടപെടൽ ആവശ്യമാണ്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കണം. ചില ഫണ്ടുകളും അണക്കെട്ടിൻ്റെ ഉയരം ഉയർത്തുവാനുള്ള, ഹൈറ്റ് ഉയർത്തുവാനുള്ള പെർമിഷനൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട്, ഫോറസ്റ്റ് മിനിസ്ട്രിയിൽ നിന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം നടത്തുകയാണ്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ആരംഭിച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പും പുതിയ ഗവൺമെൻറ്റും സത്യപ്രതിജ്ഞ, പിന്നെ ഇത്രയും തിരക്ക് പിടിച്ച ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഒരു കോർപ്പറേഷന് വേണ്ടി മാത്രം സമയം മാറ്റിവെക്കാൻ വേണ്ടി അവർക്കും പരിമിതിയുണ്ട്. പക്ഷേ ആവശ്യപ്പെട്ട സമയമൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവദിച്ച് തന്നിട്ടുമുണ്ട്. ആ കാര്യം അപ്പോൾ ഞങ്ങൾ ഏറ്റ 4 കാര്യങ്ങൾ, ഒരു കാര്യം ഞങ്ങൾ പൂർണ്ണമായിട്ടും ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളോടുൾപ്പെടെ പറയുകയാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഞങ്ങളുടെ ഡോഗ് സ്ക്വാഡ് അവിടെ വന്ന് സൺഡേ ഉൾപ്പെടെ 24 മണിക്കൂറും ഡോഗ് സ്ക്വാഡ് അവിടെ വന്ന് ഈ നായ്ക്കളെ പിടിക്കാൻ തയ്യാർ. ആദ്യം ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് പോലുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ചിട്ടുള്ള കോളേജുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യൂസിയം ആയി, വിമൻസ് കോളേജായി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, SAT ആയി, RCC, ശ്രീചിത്ര, ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ പിടിക്കുകയാണ്. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ നായ്ക്കളെയും അപ്പം കിട്ടില്ല, കുറേ ഓടും, അപ്പോൾ വീണ്ടും അവിടെ നിന്ന് പിടിക്കേണ്ടി വരും. ഇപ്പം ഫസ്റ്റ് പ്രയോറിറ്റി അക്രമകാരികളായിട്ടുള്ള നായ്ക്കളെ പിടിക്കുന്നതിനാണ്. ഇതിൽ ഭരണസമിതിയൊക്കെ തന്നെ ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ചില കൗൺസിലർമാർ പറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ നായ്ക്കളെ പിറ്റേ ദിവസം രാവിലെ പിടിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ ആദ്യം തെരുവുനായ്ക്കളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നത് KSUവിൻ്റെ മെഡിക്കൽ കോളേജ് യൂണിറ്റ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള കുട്ടികളാണ്. അവിടുത്തെ വനിതാ ഹോസ്റ്റലിൽ താമസിക്കുന്ന KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് കുട്ടിയാണ്
ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നായ്ക്കളെ പിടിക്കാൻ വേണ്ടി അവിടെ വന്നപ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനെ അഭിനന്ദിച്ചത്. ഞങ്ങൾ കെ എസ് യു യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ്. ഞാൻ കെ എസ് യു യൂണിറ്റ് പ്രസിഡൻ്റാണ്. ഞങ്ങൾക്ക് രാത്രിയൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും. അപ്പോഴേക്കും പോകാനായിട്ട് ഭയമാണ്. തെരുവ് നായ്ക്കളാണ് ഞങ്ങളുടെ 4 ചുറ്റും. ഹോസ്റ്റലിനുള്ളിൽ കയറാൻ ഭയമാണ് ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക്. ഇന്നിപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ അറിയിച്ചു, അവർ വന്ന് അതിനെ പിടിച്ചതിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്, സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടുള്ള ഒരു വനിതയാണ്. നിങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അത് കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അക്കാര്യം വളരെ ഉത്തരവാദിത്വം. ഈ നായ്ക്കളെ ഒന്നിനെയും തന്നെ തിരിച്ചവിടെ കൊണ്ടുവിടില്ല. അത് ഉത്തരവാദിത്തത്തോടെ ഇത് കോർപ്പറേഷന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചത്. മറ്റേ 2 സർക്കാരിന്. അപ്പോൾ ഉത്തരവാദിത്തത്തോടെ പറഞ്ഞ 4 കാര്യങ്ങളിലും ഈ ഭരണസമിതി കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനുപരിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വളരെ വലിയ പിന്തുണയാണ് ഈ ഭരണസമിതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില സമയത്ത് അവർ ശീലിച്ചു പോയ ചില ശീലങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരു എവിടെയെങ്കിലുമൊക്കെ കണ്ടേക്കാം. അതിപ്പോൾ ഏത് ഭരണസമിതിയിൽ എവിടെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആകെ ജനറലായിട്ട് നോക്കുമ്പോഴേക്കും എല്ലാ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് വളരെ നല്ല പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും അഴിമതി വ്യാപകമായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഒരുപാട് അതിൽ വസ്തുതയുണ്ടായിരുന്നു. അത് പരമാവധി അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങിയത്. വളരെ മുമ്പ് തന്നെ പാളയം മാർക്കറ്റിൽ നിലനിന്ന ഗുണ്ടാപിരിവിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിലാകെ കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും പോകില്ല. കാരണം നമ്മൾ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളിലും പോലും എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. പക്ഷേ വളരെ വലിയൊരു മുന്നൊരുക്കം, എല്ലാ രേഖകളും പരിശോധിച്ച് അർഹരായ ആർക്കും തന്നെ ഒരു വാക്കുകൊണ്ട് പോലും വേദന ഉണ്ടാകരുത്, അർഹരായ എല്ലാ കച്ചവടക്കാർക്കും സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ വലിയൊരു മാസങ്ങൾ നീണ്ടുന്ന ഒരു മുന്നൊരുക്കം നടത്തിയിട്ടാണ് അവിടുത്തെ ഗുണ്ടാപിരിവ് അവസാനിപ്പിച്ചതും അതോടൊപ്പം തന്നെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയതും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു ദിവസം പോയിട്ട് ഞങ്ങൾക്കൊരു 2 കട മാത്രമേ മാറ്റിയുള്ളൂ ഞങ്ങൾ. കാരണം ഒരു ചെറിയ സംശയം വന്നു. മറ്റു 3-4 കടകൾ മാറ്റുമ്പോഴേക്കും ഏതോ ചില രേഖകളിൽ അത് ഔദ്യോഗികമാണ് എന്നൊരു ചർച്ച വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം 3 ദിവസം എടുത്ത് ആ രേഖകളൊക്കെ പരിശോധിച്ച് ഉത്തമ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കടകളൊക്കെ തന്നെ പൊളിച്ചു മാറ്റിയത്. അതിലൂടെ അഴിമതിയുടെയും അക്രമത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും വലിയൊരു കോട്ടയാണ് തകർക്കാൻ സാധിച്ചത്. അതിന് അവിടെ നടന്ന ഇത്തരത്തിലുള്ള ഗുണ്ടാപിരിവുകൾക്കും അക്രമങ്ങൾക്കും വർഷങ്ങളോളം ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ലോകത്തിന് മുഴുവനും അറിയാവുന്നതാണ്. ആർക്കും തന്നെ അതിനെ എതിർക്കാൻ സാധിക്കാത്തത് ചെയ്തതെല്ലാം നിയമവിധേയമായിരുന്നതുകൊണ്ടും കോർപ്പറേഷൻ ചെയ്ത എല്ലാ നടപടികളും നിയമവിധേയമായിരുന്നതുകൊണ്ടും അവിടെ നടന്നിരുന്നത് പലതും തന്നെ നിയമവിരുദ്ധമായിരുന്നതുകൊണ്ടുമാണ് ഒരാളിന് പോലും അതിനോട് വിയോജിക്കാൻ സാധിക്കാത്തത്. ഇതാണ് ഈ ഭരണസമിതി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ 6 മാസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനങ്ങളുടെ ജീവൻ, അവരുടെ ജീവനിൽ ഭയക്കാതെ അവർക്ക് അവിടെ പോയി ചെന്ന് പച്ചക്കറിയും മീനും വാങ്ങാൻ സാധിക്കുന്നു. അവിടെ വരുന്ന കച്ചവടക്കാർ, ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, നിങ്ങൾക്ക് അവിടെ പരിശോധിച്ചാൽ ക്യാൻസർ രോഗം ബാധിച്ചൊരു വീട്ടമ്മ ജീവിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും 500 രൂപ ഒരു കൊട്ട മീനിന് കൊടുക്കാത്തതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു മീൻ എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരുന്നു. ആ സാഹചര്യം നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ, ഹാർട്ട് ഓഫ് ദ സിറ്റി, നഗര ഹൃദയത്തിൽ നടക്കുകയാണ്. ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം പോലും ഇല്ല, നടക്കുകയാണ്. അതിനെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നത്. മറ്റൊന്ന്, നമുക്ക് നിരവധി കടകളുണ്ട്. സത്യത്തിൽ ആദ്യം ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേയർ ആവശ്യപ്പെട്ടു, തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കടകളാണ് ആദ്യമുള്ളതെന്ന്. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. കൃത്യമായിട്ടുള്ള കണക്ക് അവർക്കും പറയാൻ സാധിക്കുന്നില്ല. അവർ പറഞ്ഞ കണക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം ഒരു ആവശ്യമായ സമയം കൊടുത്ത് ഞങ്ങൾ വിലയിരുത്തിയപ്പോഴേക്കും 973 കടകളുണ്ടെന്നുള്ളൊരു കണക്കാണ് എൻ്റെ മുമ്പ് അവർ പറഞ്ഞത്. ആദ്യം പറഞ്ഞാൽ അതിൻ്റെ 10 എല്ലാം മീറ്റിങ്ങുകളുടെ മിനിറ്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എല്ലാ രേഖകളും പുറത്തു വിടുന്നത് ശരിയല്ല ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം. ഈ കടകളുടെ അവസ്ഥയുടെ കണക്കില്ല ഇവിടെ. പല കടകളും ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ള കണക്ക് ഇവിടെ ഇല്ല. ഏതൊക്കെയാണ് ടാർപ്പാലിൻ വലിച്ചു കെട്ടിയിരിക്കുന്നത്, ഏതൊക്കെയാണ് ഫ്ലക്സ് വെച്ച് മറച്ചിരിക്കുന്നത്, ഏതൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള കണക്കില്ല. ആ കണക്കുകളുടെ പരിശോധന വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 31 കാലാവധി അവസാനിച്ച എല്ലാ കടകളും തന്നെ വീണ്ടും ലേലം ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ലായിരുന്നു. ആരാണോ 50 വർഷം മുമ്പ് എടുത്ത് അവർക്ക് തന്നെ പുതുക്കി കൊടുക്കുമായിരുന്നു. 5% 10% നാമമാത്രമായ തുക കൂട്ടിക്കൊണ്ട്. ഇതൊക്കെ തന്നെ പുനർലേലം ചെയ്യാൻ തീരുമാനിച്ചു. പലർക്കും വേദനിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തറവാട് പോലെ കൊണ്ടു നടന്ന പലർക്കും വേദനിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. മാർച്ച് 31 കാലാവധി കഴിഞ്ഞത്
മുൻപ് കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാത്ത കടകളൊക്കെ വലിയ ജോലിയാണ്. രാത്രി 10-11 മണി വരെ എവിടെയും ചെയ്യുന്നത് ഈ രേഖകൾ പരിശോധനയും ജോലിയുമാണ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും മേയർ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. ഞാൻ വരാൻ പറഞ്ഞിട്ടല്ല, പത്രസമ്മേളനം ഉണ്ട്, അതിൻ്റെ രേഖകളൊക്കെ എടുത്ത് തരണമെന്ന് കരുതിയിട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. മേയർ സെക്ഷനിലെ 4 ജീവനക്കാരെ വന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളൊന്ന് ഞായറാഴ്ച കണ്ട് വരാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ പത്രസമ്മേളനം നടത്തിയിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് നിങ്ങൾ കണ്ടിട്ട് പോകും. ഞാൻ വരാൻ പറഞ്ഞിട്ടില്ല അവരോട്. ഫോട്ടോഗ്രാഫറോട് മാത്രമാണ്, പ്രശാന്തിനോട് മാത്രമാണ് പത്രസമ്മേളനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ വരികയാണ് ഇവിടെ നടക്കുന്ന വർക്കിൻ്റെ ഗ്രാവിറ്റി കണ്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവനക്കാർ ഞങ്ങളോട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. ആറ്റുകാൽ പാർക്കിംഗ് സമയത്ത് പെട്ടെന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അത് ആ ശ്രീവരാമൻ ഭാഗത്തൊക്കെ ഇതിൻ്റെ അപ്പുറം നടക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് രാത്രി അറിയിപ്പ് കിട്ടിയതിന് ശേഷം ഓടിയെത്താൻ സാധിച്ചില്ല. 3 സ്ഥലത്ത് സംഭവം നിങ്ങൾ കണ്ടല്ലോ. SMB സ്കൂൾ, ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം. SMB സ്കൂൾ ഞങ്ങൾ അന്വേഷിച്ചപ്പം വർഷങ്ങളായി നടക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ ഗാന്ധി പാർക്ക്, അതോടൊപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത്, ഇത് 3 സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയതുകൊണ്ടാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ 100 കണക്കിന് സ്ഥലങ്ങളിൽ നാലാഞ്ചിറ മുതൽ ആറ്റുകാൽ പൊങ്കാല വരുന്ന പ്രദേശങ്ങളിലായി 100 കണക്കിന് പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഇത്തരത്തിലുള്ള തീവെട്ടിക്കൊള്ള നടക്കുകയാണ്. തിരുവനന്തപുരത്ത് പിടിച്ചുപറിയും കൊള്ളയുമാണ് വാഹന പാർക്കിൻ്റെ പേര് നടക്കുന്നത് എന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും അറിവുള്ളവർ 1 ഇഞ്ച് പോലും ഒരു വിരലും അനക്കിയില്ല. ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ നേരിട്ട് പോയി ചെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതി കഴിഞ്ഞ 6 മാസത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയുടെ തയ്യാറെടുപ്പിൽ ഞങ്ങൾ വിശദമായിട്ട് ചർച്ച നടത്തിയപ്പോഴൊന്നും ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അടുത്ത വർഷം ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പാർക്കിങ്ങിൻ്റെ പേരിലുള്ള ഈ കൊള്ള അവസാനിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ കൂടി ഈ കോർപ്പറേഷൻ ഭരണസമിതി മുന്നോട്ട് വയ്ക്കും. ചർച്ചയിൽ അത് ഉൾപ്പെടുത്തും. അതിൽ ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുമല്ലോ. അവർ മേയർക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവരെ മുമ്പാകെ വയ്ക്കും, തെളിവ് സഹിതം വയ്ക്കും. അതിലൊരു തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോകുള്ളൂ. മറ്റൊന്ന്, നമുക്ക് കോർപ്പറേഷൻ, നിങ്ങളൊക്കെ ഇതൊക്കെ അറിയണം, അവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എല്ലാവരും ഇത് അറിയണം. കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് കോർപ്പറേഷനുണ്ട്. 100 കണക്കിന് കോടി രൂപയുടെ അസറ്റ് കോർപ്പറേഷനുണ്ട്. അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മാസം നമുക്ക് വരുമാനം വരേണ്ടതായിട്ടുണ്ട്. ഈ കോർപ്പറേഷന് ഫണ്ടിന് വേണ്ടി അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അത്രത്തോളം അസറ്റുണ്ട് ഈ കോർപ്പറേഷന്. 2 കല്യാണ മണ്ഡപങ്ങൾ ഞങ്ങൾ ഈ ഭരണസമിതി മോചിപ്പിച്ചിട്ടുണ്ട്. കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഒന്ന്, നാളത്തെ നമ്മുടെ കൗൺസിൽ റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടറിയോട് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവില്ല, കഴിഞ്ഞ ഒരു കല്യാണ മണ്ഡപത്തെക്കുറിച്ച് വന്ന ഒരു ആരോപണം, അത് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സെക്രട്ടറിയോട് പറഞ്ഞു. സെക്രട്ടറി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫയൽ നാളെ ടേബിളിൽ വയ്ക്കും. കമലേശ്വരത്ത് കല്യാണ മണ്ഡപം അത് മോചിപ്പിച്ചു. അതോടൊപ്പം തന്നെ മുടവുമൂളിലൊരു കല്യാണ മണ്ഡപം, മുടവുമൂളൊക്കെ ആരാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. വർഷങ്ങളായിട്ട് അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. ആ കല്യാണ മണ്ഡപം കരാറുകാരനും കോർപ്പറേഷനും തമ്മിലുള്ള എഗ്രിമെൻറ്റ് അവസാനിച്ചിട്ട് വർഷങ്ങളായി. പക്ഷേ കരാറുകാരൻ നടത്തിക്കൊണ്ടിരിക്കുക, 1 രൂപ കോർപ്പറേഷൻ അടയ്ക്കുന്നില്ല. അന്വേഷിച്ചൊക്കെ പോയിട്ട് അത് ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച വരികയും ശ്രദ്ധയിൽപ്പെട്ട ആ ദിവസം ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ നോൺ ടാക്സ് സെക്ഷനിലെ ഇൻചാർജിനോട് അവിടെ പോയി റവന്യൂ ഓഫീസർ ലീവ് ആയതുകൊണ്ട് അതിന് ചാർജായിട്ടുള്ള ഓഫീസറോട് അവിടെ പോകാനും, അദ്ദേഹം പരിശോധിച്ചപ്പോഴേക്കും ഉദ്യോഗസ്ഥർ തന്നെ നെട്ടിപ്പോയി. അപ്പോൾ തന്നെ 2:30 മണിക്ക് തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയോ 1:30 മണിക്ക് കഴിഞ്ഞു, 2:30 മണിക്ക് തന്നെ അദ്ദേഹം അവിടെ എത്തി. ആ കല്യാണ മണ്ഡപത്തിൽ നടന്ന അനധികൃത ഇടപാടുകൾ കണ്ട് പൂട്ടിയിട്ട് താക്കോലോടെ കൊണ്ടുവന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ചിങ്ങമാസത്തിലേക്ക് കല്യാണം ബുക്ക് ചെയ്തിട്ടുള്ള പലരും ഞങ്ങളടുത്ത് വരികയാണ്. അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് കല്യാണം ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇത്ര രൂപ ഇന്ന വ്യക്തിക്ക് അടച്ചു. ആ വ്യക്തിയും കോർപ്പറേഷനുമായിട്ട് ഒരു കരാറുമില്ല, ഒരു രേഖയില്ല. ഒരു വ്യക്തി പൈസ വാങ്ങിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അഡ്വാൻസ് 3000 രൂപ കൊടുത്തു, ഇനി 16,000 രൂപ അടയ്ക്കണം, ഞങ്ങൾക്ക് താക്കോലില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കല്യാണം മുടങ്ങണ്ട, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചടങ്ങാണ്, അത് മുടങ്ങാൻ പാടില്ല. അതിന് ബാക്കി എന്താണ് നിയമപരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർക്ക് കല്യാണത്തിന് അനുവദിച്ചു കൊടുക്കണമെന്ന് മേയർ എന്നുള്ള സെക്രട്ടറിയോട് പറഞ്ഞു. ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരാളുടെയും ഒരു ചടങ്ങും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞങ്ങളത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ 16,000 രൂപ ആ വ്യക്തി വാങ്ങിക്കും. അതിനുശേഷം വേറൊരാൾ കൊടുത്തിരുന്നത് 13,000 രൂപയ്ക്കാണ്. അയാൾ വൈകുന്നേരം മേയർ ജനങ്ങളെ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഭാഗ്യത്തിന് അവിടെ അഡ്വാൻസ് ഒന്നും അടച്ചിട്ടില്ല, 13,000 രൂപ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു, ആ പൈസ കോർപ്പറേഷനിൽ അടച്ചിട്ട് നിങ്ങൾ താക്കോൽ വെച്ചിട്ട് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടറോട് അത് ക്ലെയിം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 കല്യാണ മണ്ഡപങ്ങളെ മോചിപ്പിച്ചു. നിങ്ങൾ കമലേശ്വരത്തും മുടവുമുള്ളിലും പോയി മണ്ഡപങ്ങളിലൊന്ന് കണ്ടുനോക്കണം. അപ്പോൾ ഇതുപോലെ 100 കണക്കിന് കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ പലയിടത്തും സ്വകാര്യ വ്യക്തികൾ കൈകാര്യം ചെയ്യുകയാണ്. ഇതൊക്കെ തന്നെ CPM-ൻ്റെ പ്രാദേശിക നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട വരുമാനം ഈ ഹാളുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കോർപ്പറേഷൻ്റെ അസറ്റും കൈകാര്യം ചെയ്യുന്നതാണ്. അതൊക്കെ തന്നെ ഒന്നൊന്നായി കണ്ടെടുത്ത് അതിൻ്റെ അടിവേരിറക്കുന്ന നടപടിയാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ ഭരണസമിതി രാത്രിയും പകലുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, മാലിന്യ പ്രശ്നത്തെക്കുറിച്ചുകൂടെ പറയാറുണ്ട്. ഞാനൊരു കാര്യം സമ്മതിക്കുകയാണ്, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുവാനുള്ള ഒരു സിസ്റ്റമില്ല.
നിലവിലുള്ളൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ ഞങ്ങൾക്കും ആ സിസ്റ്റത്തിനോട് പല വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ പുതിയൊരു സിസ്റ്റം വരുന്നതുവരെ നിലവിലുള്ള സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനല്ലേ പറ്റുള്ളൂ. നിലവിലുള്ളൊരു സിസ്റ്റം മെയിൻറ്റെയിൻ, ആ നിലവിലുള്ള സിസ്റ്റത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്, തകരാറുണ്ട്. നിലവിലുള്ള സിസ്റ്റം സയൻറ്റിഫിക് അല്ല. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും നിലവിലുള്ള സിസ്റ്റത്തെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ നിലപാട് ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷേ പുതിയൊരു സിസ്റ്റം വരുന്നതുവരെ നിലവിലുള്ള സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ദിവസം 375 മുതൽ 400 ടൺ വരെ മാലിന്യം ഉണ്ടാകുന്ന സിറ്റിയാണ് തിരുവനന്തപുരം സിറ്റി. ചില ദിവസങ്ങളിൽ കൂടാറുണ്ട്, ചില ദിവസങ്ങൾ കുറയാറുണ്ട്. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെക്കാനിസം സ്ഥാപിക്കുന്നതിൻ്റെ ചർച്ചകളിൽ യാത്രയിലുമാണ്. ഓരോ ദിവസവും അതിൻ്റെ ആലോചനകൾ നടക്കുന്നുണ്ട്. 2 തവണ ഭാരത് പെട്രോളിയം കമ്പനിയുടെ ജീവനക്കാർ ഇവിടെ വന്ന് അതിൽ ചർച്ച നടത്തി കഴിഞ്ഞു. കോർപ്പറേഷൻ 1 രൂപ മുടക്കുമുതലില്ലാതെ കോർപ്പറേഷൻ സ്ഥലം കൊടുത്താൽ അവർ ചെയ്തു തരാൻ സമ്മതിച്ചു കഴിഞ്ഞു. അതിൻ്റെ നോൺ ബൈൻഡിങ് MOUയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഞങ്ങളുടെ സെക്രട്ടറിയുടെ മേയറുടെ റൂമിലിരിപ്പുണ്ട്. അത്രത്തോളം സജീവമായിട്ട് ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും സമയബന്ധിതമായിട്ട് തന്നെ പെർമനൻ്റ് ആയിട്ട് മാലിന്യ സംസ്കരണത്തിലുള്ള ഒരു സിസ്റ്റം ഞങ്ങൾ പൂർത്തിയാക്കും. മറ്റൊന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മേയർ കെയർ എന്നൊരു പദ്ധതി അവലംബിച്ചു. കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്ന് 1 രൂപ എടുക്കാതെ 5000-ൽ കൂടുതൽ കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കൊടുത്തു. 1000 മുതൽ 1200 വരെയുള്ള വിലകൾ. എന്ത് സന്തോഷത്തോടെയാണ് ഇത്രത്തോളം പാവപ്പെട്ട കുട്ടികൾ ഇത് കേട്ടിട്ട് വരികയാണ്. പഞ്ചായത്തുകളിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ വന്നു. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇന്ന് പുറത്ത് കോൾ ചെയ്തു. പക്ഷേ ഇത് കൊടുത്തതിലൂടെ 100 കണക്കിന് ആൾക്കാർ മേയർ കെയർ പദ്ധതിയിലേക്ക് ഇനി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. വേറെ പല കാര്യങ്ങളും, ഒറ്റപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ. അത് ചിലത് പുറത്ത് മാധ്യമങ്ങൾ അറിഞ്ഞു കാണും, ചിലത് കാര്യങ്ങൾ ഞങ്ങൾ ഹൈഡ് ചെയ്യും. കാരണം ഈ അവർക്ക് ആ സഹായങ്ങൾ കിട്ടുന്നവരുടെ വളരെ ബുദ്ധിമുട്ടുന്നവരായതുകൊണ്ട് തന്നെ അത് മാധ്യമങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്ക് ചെയ്തേണ്ടി വന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ആ മേയർ കെയർ പദ്ധതി വളരെ വലിയ ഇമ്പാക്റ്റാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും 6 മാസം കോർപ്പറേഷൻ്റെ 1 രൂപ പോലും എടുത്തിട്ടില്ല. സ്പോൺസർഷിപ്പും CSR ഫണ്ട് ഉപയോഗിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഞങ്ങളിതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കടകൾ ഒഴിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പാളയം മാർക്കറ്റൊക്കെ പറയുമ്പോഴേക്കും LDFന് CPMന് ഒരു വിഷമവും വേദനയും അങ്കലാപ്പും ഒക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. വളരെ വലിയൊരു വരുമാന ചോർച്ച അവരുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ നല്ല ഫ്ലോ ആയിരുന്നു ഫണ്ടിൻ്റെ, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു ഫണ്ടിൻ്റെ. ആ ഫണ്ടിൻ്റെ ഫ്ലോ ഒക്കെ നിൽക്കുമ്പോൾ ഒരു ആശങ്കയുണ്ട്. അത് കോർപ്പറേഷൻ്റെ ചിലവിൽ ആ ഫണ്ട് വേണ്ട. കോർപ്പറേഷൻ്റെ ചിലവിൽ ആ ഫണ്ട് ഇനിയിപ്പോൾ എത്ര അവിശ്വാസം വന്നാലും കോർപ്പറേഷൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഫണ്ട് ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് സമ്പാദിക്കാനുള്ള പരിപാടി ഇനി നടക്കില്ല തിരുവനന്തപുരം. ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസും UDFും എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാത്തത്. CPM ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോഴേക്കും കോൺഗ്രസ് അപ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയം. അതിൽ വളരെ സന്തോഷം നമുക്കുണ്ട്. കാരണം ഇന്ത്യ മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഡൽഹിയിലും ഇങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ എന്തായിരുന്നു? അടൽ ബിഹാരി വാജ്പേയിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി ശ്രീ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ നേതൃത്വത്തിൽ CPM LDF കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. അങ്ങനെയാണല്ലോ ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കോൺഗ്രസ് ആദ്യം നീട്ടിയ കരത്തിലേക്ക് CPM പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഡൽഹിയിൽ ഈ സഖ്യം കോൺഗ്രസ് CPM സഖ്യം തുടങ്ങുന്നത്. അതിനുശേഷം അവർ പല ന്യായീകരണവും കൊടുത്തു. പക്ഷേ ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ CPM ആരംഭിച്ചപ്പോഴേക്കും അവർക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 64 MPമാരുണ്ടായിരുന്നു അന്ന് നമ്മുടെ സമ്പത്ത് MP രാജേഷൊക്കെ MP ആയിരുന്നു. പക്ഷേ കോൺഗ്രസിനെ പിന്തുണച്ച് ഇന്ന് അവരുടെ MPമാരുടെ എണ്ണം എത്രയാണ്? അന്ന് അവർക്ക് നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്നു. ഇന്ന് അവരുടെ സംസ്ഥാനങ്ങളിലെ ഭരണം വട്ടപൂജ്യമാണ്. അപ്പോൾ കോൺഗ്രസ് നീട്ടുന്ന കരങ്ങളിൽ CPM ആദർശം വെടിഞ്ഞ് എന്ന് കൈ കൊടുത്തിട്ടുണ്ടോ അതിനുശേഷം CPMൻ്റെ വളർച്ച പടവലങ്ങിയ പോലെ, അല്ലെങ്കിലും അങ്ങനെ ആവും, എങ്കിലും അതിനുശേഷം വളരെ വേഗത്തിൽ പടവലങ്ങിയ പോലെ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് CPM സഖ്യകക്ഷി രാഷ്ട്രീയം കേരളത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ പ്രാവർത്തികമാക്കുന്നു. അതിന് തിരുവനന്തപുരം രാഷ്ട്രീയ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ആരംഭിക്കുമ്പോഴേക്കും അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ അവിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിശ്വാസം പാസ്സാൻ പോകുന്നില്ല, അവിശ്വാസം പാസ്സാവുകയും പോകുന്നില്ല, കേരളം മുഴുവൻ നാണം കെടാനും പോകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അവിടെ BB ഗോകുമാറിനെ ഇരുത്തണം. സ്വാഭാവികമല്ലേ? ഇവരൊന്നായി കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് മാറിയിട്ട് അവിടെ BB ഗോകുമാർ MLA, ചാത്തന്നൂർ MLA, ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായിരിക്കും അവിടുത്തെ പ്രതിപക്ഷ നേതാവായി വരാൻ പോകുന്നത്. ഗോകുമാർ സാർ ആദ്യം തന്നെ നിയമസഭയിൽ പറഞ്ഞു, ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ മുരളീധരനും പറഞ്ഞു, നിങ്ങൾ 137 പേരും ഞങ്ങൾ 3 പേരുമാണ്. അത് ഞങ്ങൾ കുറച്ചുകൂടെ ലേറ്റാവുമെന്ന് വിചാരിച്ചു. ഇത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാകുന്നതിൽ അങ്ങേയറ്റം തന്നെ സന്തോഷമുണ്ടെന്നാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ
ഇപ്പോൾ എനിക്ക് രാവിലെ ഇത് ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നത്, നിങ്ങളുടെ വാർത്തകളെ കണ്ടപ്പോൾ ആലോചിച്ച് പോകുന്നത് പണ്ടത്തെ ഒരു സിനിമയിലൊരു സീനാണ്. ശബരിനാഥ് പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ആന്തോറിയം പൂ പറിച്ച് അങ്ങോട്ട് നീക്കിട്ടുമ്പോൾ ദീപക് അടുക്കളയിൽ നിന്ന് ഒരു അവലോസുണ്ട ഇങ്ങോട്ട് കൊടുക്കും. ഇതായിരുന്നു എഗ്രിമെൻറ്റ്. ഇപ്പോൾ ശബരിനാഥൻ ഒരാഴ്ചയായിട്ട് മഴയത്ത് ആന്തോറിയം പൂ കൊണ്ട് നിൽക്കുകയാണ്. ദീപക് ഇതുവരെ അവലോസുണ്ട കൊടുത്തിട്ടുമില്ല. ഒരു മുൻ മന്ത്രി ദീപകിനെ നിർബന്ധിക്കുകയാണ്, അവലോസുണ്ടോ കൊടുക്കൂ. അപ്പോൾ ജോയ് പുറകോട്ട് വിളിക്കുകയാണ്, CPM ജില്ലാ സെക്രട്ടറി, കൊടുക്കരുതേ എന്ന്. ഇവർ തമ്മിലൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത പ്ലാൻ പറയാമായിരുന്നു. അപ്പോൾ ഈ സീനാണ് ഇപ്പോൾ. ആന്തോറിയം പൂവും അവലോസുണ്ടയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ആന്തോറിയം പൂ വാങ്ങിച്ച് ശബരിനാഥനെ മഴയത്തൊന്ന് രക്ഷിക്കണമെന്നാണ് ദീപകിനോട് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, CPM സഹായിക്കുവാനാണ് ഇനിയെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് മറുപടി പറയും. ഞങ്ങൾ ഏത് തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ ഭരണസമിതി അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് തന്നെ ജനപിന്തുണ ഓരോ ദിവസവും കൂടിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പ്രതിപക്ഷം പറഞ്ഞാൽ അവരെ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇത്രത്തോളം മുഴുവൻ കൗൺസിലർമാരെയും കൊണ്ടുപോയ ഒരു ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. നിങ്ങൾ കൗൺസിലർമാരോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദിച്ചു നോക്കണം. ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാരോടുൾപ്പെടെ അവരവരുടെ വാർഡുകളിൽ നിന്നും വന്ന ആവശ്യങ്ങളിൽ ന്യായമായ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഒരു നിമിഷമെങ്കിലും ഈ ഭരണസമിതി താമസിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തിപരമായിട്ട് അന്വേഷിച്ച് നോക്കൂ. അത് വാർത്ത കൊടുക്കാനൊന്നുമല്ല, നിങ്ങളുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് അന്വേഷിച്ച് നോക്കൂ എന്നാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ജനാധിപത്യത്തിൽ സ്വാഗതം ചെയ്യുന്നു, സമരങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ടുള്ളതാണ്, അതിനെയൊക്കെ തന്നെ ബഹുമാനിക്കുകയാണ്. ശക്തമായി ഈ ഭരണസമിതി മുന്നോട്ട് പോകും. 5 വർഷം പൂർത്തിയാക്കി ജനങ്ങളെ നേരിടുമ്പോഴേക്കും കൂടുതൽ മധുരമായ വിജയം ജനങ്ങൾ സമ്മാനിക്കും. ഞാൻ ഇന്നലെ ആവർത്തിക്കുന്നു, 2047 ലോകത്തിന് ഭാരതം നേതൃത്വം കൊടുക്കുമ്പോൾ, ഭാരതം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ലോകത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആകുമ്പോൾ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ദേശീയ BJP നേതൃത്വത്തിൻ്റെ സ്വപ്നമാണ്. അങ്ങനെ വരുമ്പോഴേക്കും അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന കോർപ്പറേഷനുകളിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനായിരിക്കും. അതിനുള്ള അടിത്തറയാണ് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്തേ. എന്തിനാണ്? സെക്രട്ടറിക്കല്ല, കളക്ടർക്കാണ് കേട്ടത്, ജില്ലാ ഭരണാധികാരിക്ക്. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഇല്ല. നേരത്തെ പറഞ്ഞത് അവർ നാളെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കൊടുക്കണമെങ്കിൽ 34 ഒപ്പിടണം. അവിടെയാണ് ഗോകുമാർ സാറിൻ്റെ പ്രസക്തി, കസേര മാറുന്നത്. അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് MP ഗോകുമാർ സാർ അല്ല BB ഗോകുമാർ സാർ ഉണ്ടാവണ്ടേ? ആ ആ ഞാൻ ചോദിക്കട്ടെ, എന്നോട് സഹകരിക്കുന്ന ഉദ്യോഗസ്ഥർ, എന്നോട് സഹകരിക്കുന്ന ജീവനക്കാർ, ആ ജീവനക്കാരുടെ രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് ഞാൻ എന്തിനാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലപാടെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കാം, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. പിന്നെ പത്രസമ്മേളനം നീട്ടണ്ടെന്ന് വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. ഇവിടെ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം ജീവനക്കാരുടെ ഒരു മീറ്റിംഗ് ഒരുമിച്ച് വിളിച്ചിരുന്നു. പല മാധ്യമങ്ങളും വന്നതാണ്. ആ മീറ്റിങ്ങിൽ ജീവനക്കാർക്ക് അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ യൂണിയനിൽപ്പെട്ട ഒരു ഇവിടുത്തെ ജീവനക്കാരനെ എഴുന്നേറ്റ് നിർഭയം പറഞ്ഞു, ഈ കോർപ്പറേഷനിൽ ഇങ്ങനൊരു മീറ്റിംഗ് ഞങ്ങളെക്കുറിച്ച് വിളിക്കുവാൻ അഭിപ്രായം പറയുവാനും തയ്യാറായ ഭരണസമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ ഒരു മാഫിയ സംഘമാണ് സ്ഥലം മാറ്റം നിയന്ത്രിക്കുന്നത്. ഇത് കോൺഗ്രസ്, ഞാൻ നാളെ നിങ്ങൾക്ക് ഇപ്പോൾ തരാം നമ്പർ, കോൺഗ്രസിൻ്റെ യൂണിയനിൽപ്പെട്ട ഒരു ജീവനക്കാരനാണ് പറഞ്ഞത്. ഒരു മാഫിയ സംഘം, അദ്ദേഹം വെഞ്ഞാറമൂട്ടിൽ നിന്ന് വരുന്ന ആളാണ്, അദ്ദേഹത്തിന് അതിൻ്റെ തൊട്ടടുത്ത് കാട്ടായക്കുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ട്. അവിടെയാണെങ്കിൽ അദ്ദേഹത്തിന് അരമണിക്കൂർ കൊണ്ട് എത്തിയിട്ട് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ 60 കിലോമീറ്റർ ദൈനംദിന യാത്ര ചെയ്യേണ്ട വിഴിഞ്ഞത്താണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കോൺഗ്രസ് യൂണിയനിൽപ്പെട്ട പ്രവർത്തനമായതുകൊണ്ട് മാത്രമാണെന്ന് ശബരിനാഥൻ്റെ പാർട്ടിയിലുള്ള യൂണിയൻ പ്രവർത്തനമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് ചോദിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ശബരിനാഥൻ UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായതുകൊണ്ടല്ല കോൺഗ്രസ് യൂണിയൻ്റെ നേതാക്കന്മാർക്ക് ഇവിടെ കൊടിമരം പറ്റിക്കാൻ പറ്റിയത്. BJP ഇവിടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ് ആശ്വാസത്തോടെ ഇവിടെ CPMകാർ പിഴുതെറിഞ്ഞ കൊടിമരം കോൺഗ്രസിൻ്റെ യൂണിയനിൽപ്പെട്ടവർ വച്ചത് കഴിഞ്ഞ മാസമാണ്. എന്നോട് വിളിച്ച് തലേദിവസം പറഞ്ഞു ഞങ്ങൾ വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ താമസിച്ചു പോയാലാണ് എൻ്റെ വിഷമം. ജനാധിപത്യപരമായിട്ട് നിങ്ങളൊക്കെ തന്നെ സംഘടനാ പ്രവർത്തനം നടത്തണം. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും
സെക്രട്ടേറിയറ്റ് NGO സംഘ്, സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന NGO സംഘിൻ്റെ പ്രവർത്തകർക്കെതിരായിട്ട് ചില നിലപാടുകൾ സ്വീകരിച്ചു. കോൺഗ്രസ്, അദ്ദേഹം അറിഞ്ഞിട്ടല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തോടെ. ഞാനന്ന് യുവമോർച്ചയുടെ ചുമതലയായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, അങ്ങ് KSUവിലൊക്കെ വളർന്നു വന്ന ആളാണ്, അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേക്ക് സംഘടനാ പ്രവർത്തനം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളിനെ തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് അങ്ങ് അന്വേഷിക്കണം. അതേ സീറ്റിൽ വയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഡിസിഷൻ. പക്ഷേ തൃശ്ശൂരങ്ങ് തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. അദ്ദേഹം 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് പരിശോധിച്ചു, അദ്ദേഹം നടപടി സ്വീകരിച്ചു. ഇന്ന് ഏറ്റവും ശക്തിയുള്ള പ്രസ്ഥാനങ്ങളിലൊന്ന് NGO സംഘമാണ് സെക്രട്ടേറിയറ്റിനുള്ളിൽ. ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന ജീവനക്കാരുടെ കാര്യത്തിൽ മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ചില ജീവനക്കാർ അത്ഭുതത്തോടെ ഇവിടെ ഒരു കാര്യം നടന്നതായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? എൻ്റെ ചേംബറിൽ നിന്ന് പറഞ്ഞതാണ്. അതായത് UDF ഭരണസമിതി അധികാരത്തിലേറിയതിൻ്റെ അന്നോ പിറ്റന്നോ കോൺഗ്രസിൻ്റെ യൂണിയൻകാർ, INTUCയുടെ യൂണിയൻകാർ, ഇവിടെ NGO അസോസിയേഷൻ്റെ ആൾക്കാർ ഇവിടെ പ്രകടനം നടത്തി. അവർ സാറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇവിടെ പ്രകടനം നടക്കുന്നത്. അത് ഈ ഭരണസമിതി വന്നതിന് ശേഷമുള്ള സന്തോഷത്തിലാണ്. മുൻപ് നടത്താൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ജീവനക്കാർ നന്നായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാർ, ഇവിടെ കൂടുതൽ ഇടതുപക്ഷ യൂണിയനിലുള്ള ജീവനക്കാരാണല്ലോ മുനിസിപ്പൽ സർവീസിലുള്ളത്. നന്നായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാർ, ഞങ്ങളെ ഈ ഭരണസമിതിക്ക് സഹായകരമായിട്ട് നിൽക്കുമ്പോഴേക്ക് എക്സ്പീരിയൻസ് ജീവനക്കാർ, അവരവരുടെ രാഷ്ട്രീയം പ്രവർത്തിച്ചോട്ടെ. പക്ഷേ അവരെന്തിനാ അനാവശ്യമായിട്ട് എൻ്റെ പാർട്ടികളെ വെച്ച് മാറ്റുന്നത്? ആ ശൈലി ഞങ്ങൾക്കില്ല. ആ ശൈലി 3 വർഷം കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയവും നോക്കില്ല, അങ്ങോട്ടേക്കോട്ടെ സീറ്റ് മാറ്റണമെങ്കിൽ മാറ്റും. അതുകൊണ്ട് ശബരിനാഥൻ അക്കാര്യത്തിലൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേഷൻ അറിയാം. ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയൊക്കെയാണ്. ശബരിനാഥൻ്റെ പാർട്ടിക്കാർക്കുൾപ്പെടെ അവർക്ക് 35 കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ. 2010 മുതൽ 15 വരെ അവർക്ക് 35 കൗൺസിലർമാരുണ്ടായിരുന്നു. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായിരുന്നല്ലോ. അന്ന് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ യൂണിയൻ നേതാക്കന്മാർക്ക്, സ്റ്റാഫുകൾക്ക് സംഘടനാ പ്രവർത്തനം നടത്തുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അവരിവിടെ ഞങ്ങളെക്കാൾ ശക്തിയായിരുന്നപ്പോഴാണല്ലേ കൊടിമര വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞത്. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശബരിനാഥനും കോൺഗ്രസിനും സാധിച്ചിട്ടുണ്ടോ? ഇന്ന് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ BJPയുടെ പ്രവർത്തനമായ മേയറെ വിളിച്ചിട്ട് പറയുകയാണ്, സാർ ഞങ്ങൾ നാളെ രാവിലെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുകയാണ്, കൊടിമരം വയ്ക്കുകയാണ്, അങ്ങനെ ഒന്ന് അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ മാസം വയ്ക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന്. എല്ലാ സംഘടനകളും പ്രവർത്തിക്കട്ടെ, LDFും BMSും പിന്നെ INTUCയും CIT ഒക്കെ പ്രവർത്തിക്കട്ടെ, അവരവരുടെ ആശയം പറയട്ടെ. അതുകൊണ്ട് ശബരിനാഥൻ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലൊക്കെ ഭരണസമിതി തീരുമാനമെടുത്തോളാം. അല്ല, ഞാൻ ആവശ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും 3 വർഷം ഒരേ സീറ്റിൽ തന്നെ ഇരിക്കുന്നവർക്ക് ആ സീറ്റ് മാറി എല്ലാ സീറ്റിലെ വർക്കും പഠിക്കണമല്ലോ. ഒരു ചേഞ്ച് കൊടുക്കണമെന്നുള്ളൊരു ചർച്ച പുതിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. അത് ആവശ്യമാണെന്നുള്ളത് പരിശോധിക്കും. 22 വർഷം 24 വർഷം കൊണ്ട് ഒരേ സീറ്റ് ഇരിക്കുന്നവരുണ്ട്, ഉണ്ടായിരുന്നു. ഒരേ സീറ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. 22-24 വർഷം കൊണ്ട് വന്ന സീറ്റിലങ്ങ് ഇരിക്കുകയാണ്. എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് അപ്പല്ലി എടുക്കും. പിന്നെ ആരെങ്കിലും പിടിച്ച് തിരിച്ച് അതേ സീറ്റ് വന്നാലേ പോവുള്ളൂ. യെസ്, പറയാം. അതായത് വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് SC ഫണ്ട് തട്ടിപ്പിൽ. ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം SC ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യോഗം ഇവിടെ വിളിച്ചിരുന്നു. മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും ഡെപ്യൂട്ടി മേയറും പങ്കെടുക്കുന്ന യോഗം വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് അവിടെ നടന്നിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം SC റിസർവേഷൻ സീറ്റുകളിൽ നിന്നും വിജയിച്ചു വന്ന SC കൗൺസിലർമാരുടെയും ഈ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെയും യോഗം മേയർ വിളിച്ചിരുന്നു. ഞങ്ങൾ വളരെ വിശദമായി SC ഫണ്ട് ചെലവഴിക്കുന്നത്, അത് അനർഹരുടെ കയ്യിലേക്ക് പോകുന്നത്, അർഹരായ SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ഞങ്ങൾ മണിക്കൂറോളം ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 101 കൗൺസിലർമാരെയും അറിയിച്ചുകൊണ്ട് യോഗം വിളിച്ചു. എന്താണ് SC ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് കൂടുതൽ ഇഫക്റ്റീവായിട്ട് എങ്ങനെ ചിലവാക്കാം. അതിനുശേഷം അടുത്ത വർഷം പരമാവധി ശതമാനം SC ഫണ്ട് ചെലവഴിക്കണമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഈ അന്വേഷണം നടക്കുന്ന കേസുകളുടെയൊക്കെ തന്നെ ഒറിജിനൽ ഫയൽ കൊണ്ടുവരാൻ വേണ്ടി മേയർ ആവശ്യപ്പെട്ടപ്പോഴേക്കും അത് വിജിലൻസ് 5 വർഷം മുമ്പ് കൊണ്ടുപോയി ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല. ചിലരെ സംരക്ഷിക്കാനാണ്. രേഖാമൂലം ആ ഫയലുകൾ തിരിച്ചു കയറുകയോ കേസിൻ്റെ പുരോഗതി അറിയിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞു. അത് തൃപ്തികരമായ നിലയിലല്ലെങ്കിൽ ഞങ്ങൾ മുകളിലോട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ഇത് ഒരു ഭാഗത്ത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അന്വേഷണത്തെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് എല്ലാ 15 ദിവസത്തിലൊരിക്കലും ഇപ്പോൾ SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യോഗം പ്രത്യേകം വിളിച്ചു ചേർക്കുന്നുണ്ട്. സൂപ്രണ്ടിനെ വിളിച്ചിട്ട് പരമാവധി യോഗങ്ങൾ മേയർ തന്നെ പങ്കെടുക്കുന്നുണ്ട്. കാര്യം SC ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് കുത്തഴിഞ്ഞ അവസ്ഥയാണ്. അത് ക്രമീകരിക്കുന്നതിന് 15 ദിവസത്തിലൊരിക്കൽ ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ പങ്കെടുക്കും ആ യോഗത്തിൽ, അല്ലെങ്കിൽ ഡെപ്യൂട്ടിമാരും സെക്രട്ടറിയും പങ്കെടുക്കും. പങ്കെടുത്തുകൊണ്ട് ഓരോ 15 ദിവസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചോദിക്കും.
സൂപ്പറിൻ്റെ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ആളാണ്. അവിടെ ചില ദിവസങ്ങളിൽ അവർ വരുന്ന ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ യോഗം ഇക്കറെ കുറച്ച് നേരത്തെ പോകണം, എല്ലാ ദിവസവും വന്നു പോകുന്ന ആളാണ്, ലേഡിയാണ്. അന്വേഷിച്ച് ചോദിക്കൂടെ SC ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ പ്രവർത്തനം നടക്കണോ ഇല്ലെന്ന്. ഞങ്ങളെല്ലാം പത്രസമ്മേളനം നടത്തി പറയും. ഇത് തന്നെ അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തിങ്കളാഴ്ച ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. പിന്നെ തീരുമാനത്തിൻ്റെ പിറ്റേ ദിവസം അഡീഷണൽ സെക്രട്ടറി ലീവാണ്. രണ്ടുപേരും ഒരാൾ കണ്ണൂർ ഉള്ള ആളാണ്, മറ്റേ ആൾ കോഴിക്കോടാണ്. അവർ തിങ്കളാഴ്ച കൗൺസിൽ യോഗത്തിൽ കൂടി ഇക്കാര്യം അറിയിച്ചതിന് ശേഷം സ്മാർട്ട് സിറ്റി യോഗം വിളിച്ചു കൂട്ടാൻ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെടും. സ്മാർട്ട് സിറ്റി യോഗത്തിൽ ഔദ്യോഗികമായിട്ട് ഫോറൻസിക് ഓഡിറ്റിന് കത്ത് കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ കൃത്യമായിട്ട് ഇന്ത്യയിൽ ഞങ്ങൾ എത്രയോ അവിശ്വാസം നേരിട്ടുള്ള പാർട്ടിയാണ്. എത്രയോ സംസ്ഥാനങ്ങളിൽ, എത്രയോ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ ഞങ്ങളുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് കൃത്യമായിട്ട് നിർദ്ദേശം തരുവാനും ഈ ഭരണസമിതിയെ സംരക്ഷിക്കുവാനുമുള്ള എല്ലാ നിയമപരമായ കാര്യങ്ങളും ഞങ്ങളുടെ ദേശീയ സംസ്ഥാന നേതൃത്വത്തിനറിയാം, ജില്ലാ നേതൃത്വത്തിനറിയാം. അവരുടെ ഉപദേശം തേടിക്കൊണ്ട് ആ പറയുന്ന ഉപദേശങ്ങളും ജനങ്ങളുടെ അഭിപ്രായം, മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായം തേടിക്കൊണ്ട് നിയമത്തിനകത്തുനിന്നുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഭൂരിപക്ഷം കൂടും. ഇതേ നിയമത്തിനകത്തുനിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഭരണസമിതി ജനങ്ങൾ ആഗ്രഹിക്കുന്ന LDF UDF കൗൺസിലർമാർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന ഈ ഭരണസമിതി ഒരു നിമിഷം അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തെരുവുനായ ആര് പിടിക്കും? ഈ തെരുവുനായ്ക്കൾ ആൾക്കാരെ ഭീകരമായിട്ട് ഞാൻ നിങ്ങളുടെ പറയല്ലേ, അങ്ങയുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഇപ്പം അക്രമികളായ തെരുവുനായ്ക്കളുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഡോഗ് സ്ക്വാഡ് അവിടെ വരും, അവയെ പിടിച്ചുകൊണ്ട് ഷെൽട്ടർ ചെയ്യും. കുടിവെള്ള പ്രശ്നം പരിഹരിക്കട്ടെ. ഇതൊക്കെ ഈ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറണമെന്ന് ആരാ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ടൈം ബൗണ്ടായിട്ടാണ് പറയുന്നത്, വെറുതെ പറഞ്ഞു പോവുകയല്ലല്ലോ. ആ പറഞ്ഞാലേ ശരിയാക്കി അവിടെ തന്നെ ചോദിക്കുകയാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ല, സുഗതൻ ഏപ്രിൽ മാസത്തെ കൗൺസിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് 3 തരത്തിലുള്ള രേഖകളാണുള്ളത്. ഒന്ന് ഇലക്ട്രോണിക് എവിഡൻസ്, സ്മാർട്ട്, നിങ്ങളിപ്പോൾ തന്നെ കൺസേൺഡ് സെക്ഷനിൽ പോയി പരിശോധിച്ചാൽ അറിയാം. 2 ഫോട്ടോ ഉണ്ട്, പ്രശാന്താണ് ഫോട്ടോ എടുത്തത്, അതാണ് ഫോട്ടോഗ്രാഫർ. ഈ ഫോട്ടോഗ്രാഫർ അപ്പോയിൻ്റ് ചെയ്ത് ഞാൻ വന്നിട്ടില്ലല്ലോ. ഇത് ആര്യാരായതിൻ്റെയും VK പ്രശാന്തിൻ്റെയും സമയത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറാണല്ലോ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, ഫോട്ടോ അദ്ദേഹത്തിന് ഡേറ്റഡ് ഫോട്ടോ ഉണ്ട് ആണല്ലോ. ഞങ്ങൾ മാറ്റിയിട്ടില്ല, അദ്ദേഹം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ആണല്ലോ. നോ ഞാൻ പറയട്ടെ അതിന് മറുപടി അവിടെ പറയട്ടെ. പ്രശാന്ത് പറഞ്ഞോ, മൈക്കിൽ പറഞ്ഞോ, ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. 3 ഇവിടുത്തെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്, പിന്നെ ഫിസിക്കൽ രജിസ്റ്റർ ഉണ്ട്. അവിടെ ഓഫീസിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ ദീപക് പറഞ്ഞെന്ന് രജിസ്റ്റർ കിട്ടിയില്ലെന്ന്. ദീപകിൻ്റെ വീട്ടിൽ കൊണ്ട് രജിസ്റ്റർ കൊടുക്കാൻ പറ്റുമോ? അതേ ഇവിടെ അപേക്ഷ കൊടുത്താൽ കിട്ടും. നിങ്ങൾ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ കിട്ടും. അല്ലാതെ ദീപക് എല്ലാ ദിവസവും രാവിലെ എടുത്ത് എന്തൊക്കെയാണ് ദീപക് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പേപ്പറിൽ എഴുതി വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റും? ദീപക്കോ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നോ ഒരു അപേക്ഷ കൊടുത്താൽ ആ രജിസ്റ്ററിൻ്റെ കോപ്പി, സർട്ടിഫിക്കറ്റ് കോപ്പി കൊടുക്കും, നിങ്ങൾക്കും കിട്ടും. അതിൽ സുഗതൻ മെയ് മാസത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്, മെയ്യിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. അദ്ദേഹത്തിന് നിയമപരമായിട്ട് നാളത്തെ കൗൺസിൽ ഹാജരായില്ലെങ്കിലും അദ്ദേഹത്തെ യാതൊരു തരത്തിലും ബാധിക്കില്ല. ജൂലൈ മാസത്തിലെ കൗൺസിൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം, അവർക്ക് സാധിക്കുമെങ്കിൽ ജൂലൈ മാസത്തെ കൗൺസിലിനെ അവർ വിലയിരുത്തട്ടെ. ജൂൺ മാസത്തിലെ കൗൺസിൽ അദ്ദേഹം ഹാജരായില്ലെങ്കിൽ പ്രശ്നമില്ല. ഇത് മാധ്യമങ്ങളെയും സമൂഹത്തെയും ഇങ്ങനെ വസ്തുതകൾ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പോൾ തന്നെ 2-3 ആഴ്ച മാധ്യമങ്ങളൊക്കെ തന്നെ സുഗതൻ 2 കൗൺസിൽ ഹാജരായില്ല, അടുത്ത കൗൺസിൽ ഹാജരായില്ലെങ്കിൽ അവയോഗ്യനാക്കും എന്നുള്ള ചർച്ച ചെയ്തില്ലേ? എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇങ്ങനെ അവിടെ തന്നെ ക്രെഡിബിലിറ്റി പോവുകയില്ലേ? ആ നിയമ നടപടികൾ സുഗതൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ സ്വീകരിക്കുന്നുണ്ട്. നിയമ നടപടികൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ, കോർപ്പറേഷൻ ഔദ്യോഗികമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കോർപ്പറേഷൻ അതിലെന്തൊക്കെയാണ് ഇടപെട്ട് ചെയ്യേണ്ടത്, നിയമപരമായി ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് നോട്ടീസൊക്കെ വരുന്ന സമയം ഞങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അക്കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടും. അവിടെ മാത്രമല്ല, അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്, അവിടെ മാത്രമല്ല, ഞാനിപ്പോൾ എല്ലാ സ്ഥലങ്ങളും പറയുന്നില്ല, സിറ്റിയിൽ വ്യാപകമായിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അതിലും നല്ല ഹോംവർക്ക് ചെയ്യുകയാണ്. കുറച്ച് സമയമെടുക്കും, പക്ഷേ നടപടി ഉണ്ടാവും. ഞാൻ അക്കാര്യത്തിൽ ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ, കുറച്ച് ഹോംവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ബാക്കി അക്കാര്യത്തിൽ പിന്നെ പറയാം. എനിക്കൊന്ന് ഏകദേശം ഒരു 3-4 പത്രസമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞു. ബാക്കി നമുക്ക് നാളെ നാളെ 5 വർഷം BJP എങ്ങളുണ്ടാവും, അടുത്ത ഇലക്ഷൻ പിന്നെക്കാളും കൂടുതലുണ്ടാവും. കാലൊന്നും പോയില്ല, അത് ചെറിയൊരു ഡിസ്ലൊക്കേഷൻ. ഞാനൊരിടത്തും പൊട്ടലുണ്ടെന്നും പറഞ്ഞിട്ടില്ല. അത് ആ സമയത്ത് നല്ല പെയിനുണ്ടായിരുന്നു, ചെറിയൊരു ഡിസ്ലൊക്കേഷൻ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ കാര്യമായിട്ട് കെട്ടുകയൊക്കെ ചെയ്ത് അത് മെഡിസിൻ ഉണ്ട്, 2 ദിവസം കഴിയുമ്പോഴേക്കും അത് പ്രശ്നം മാറും.
അവർ കത്ത് തന്നിട്ടുണ്ട്. പക്ഷേ അവർ ഒറ്റ പോയിന്റ്, ഞാൻ ആ കത്തിൻ്റെ കോപ്പി തരാം. അതിൽ 49 പേരല്ല 34 പേരുടെ ഒപ്പുണ്ടെങ്കിൽ അവർ പറയുന്ന ഡേറ്റിൽ വിളിക്കാം. ആ കത്തിൻ്റെ കോപ്പി നാളെ തരാം. ഇന്നിപ്പോൾ ഓഫീസ് അവധിയാണ്, വേണമെങ്കിൽ വിളിച്ചെടുക്കാം. അവർ തന്ന കത്തിൽ 34 പേരുടെ ഒപ്പുണ്ടെങ്കിൽ ആ നിമിഷം കൗൺസിൽ വിളിക്കാം. അവർക്ക് തന്നെ അറിയാം അവരെന്തിനാണ് വീണ്ടും വീണ്ടും പരിഹാസപാത്രമാകും. 3 തവണ കത്ത് തന്നു. 3 തവണയും മുനിസിപ്പൽ ആക്റ്റിൽ അവർ തന്ന നമ്പർ വെച്ച് വിളിക്കാനുള്ള നമ്പറില്ല. 2 പേരും കത്ത് തന്നു. അല്ല, അത് അവർ ഒരു ലെറ്റർ ഹെഡിൽ തന്നു കഴിഞ്ഞാൽ കൊടുക്കാം, വിളിക്കാം. ഒരാൾ കത്ത് തരുന്നു. ആ കത്ത് വായിച്ചപ്പോഴേക്കും അതിന് മതിയായ എണ്ണമില്ല. ആ കത്തിന് മറുപടി കൊടുക്കുന്നു. റിജക്റ്റ് ചെയ്തല്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത കത്ത് വരുന്നു. ഇപ്പം നിങ്ങൾക്കൊരു 10 കത്ത് വന്നു. നിങ്ങൾ 10 കത്തും 10 പേര് അയച്ചതായിരിക്കും. എല്ലാം വായിച്ചിട്ട് ഒറ്റ മറുപടിയാണ് എഴുതുന്നത്? അല്ല, ഓരോ കത്തും വായിച്ചിട്ട് ആ കത്തിന് മറുപടി എഴുതും. അപ്പോൾ ആദ്യത്തെ കത്ത് വരുന്നു. ആ കത്ത് വായിച്ചിട്ട് ആ കത്തിന് മറുപടി തരാക്കി ഒപ്പിട്ട് കൊടുക്കുന്നു. അടുത്ത കത്ത് വായിക്കുന്നു. അപ്പോൾ അടുത്ത കത്ത് വായിച്ചപ്പോൾ ഒരു കത്തിൽ 20 ഉള്ളൂ. ആദ്യത്തെ കത്തിൽ 29 ഉള്ളൂ. അത് കഴിഞ്ഞ് അതിന് മറുപടിയൊക്കെ കൊടുത്ത് കുറേ കഴിഞ്ഞതിന് ശേഷം വേറൊരു കത്ത് വരുന്നു. ആ കത്തിൽ 20 വരെ ഉള്ളൂ. എങ്ങനെ കൊടുക്കും? 34 ആ നിമിഷം കൊടുക്കാം. അത് കൊടുക്കാൻ തയ്യാറായി ഞങ്ങളിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു കത്ത് വരുന്നില്ല.